ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതി ഇനിയിപ്പോൾ ബിസിനസ്സിലൊക്കെ അങ്ങ് പച്ച പിടിച്ച് വരികയാണ്. അപ്പോൾ ഒരുപാട് പൂക്കച്ചവടങ്ങളും ഒരു വലിയ ഓർഡറും ഒക്കെ രേവതിക്ക് ഇങ്ങനെ കിട്ടുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് അസൂയ തോന്നുകയാണേ. ഇവർക്ക് ഇത്രയും വലിയ ഓർഡറൊക്കെ കിട്ടി, ഇനിയിപ്പോൾ ഇവളൊരു പണക്കാരിയാവുമോ എന്നുള്ള കാര്യം വർഷയാണെങ്കിൽ അത് പറഞ്ഞ് തിരിച്ച് കൊടുത്തിരിക്കുക ചന്ദ്രയ്ക്ക്. കാരണം രേവതി ഇതുപോലൊരു കോടീശ്വരിയൊക്കെ ആയാൽ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്ത് ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കിയ അമ്മ ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യേണ്ടി വരും. അവളാണെങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് അമ്മ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. അവളെ ഇതിന് വിടാതിരിക്കാൻ സച്ചിയോട് പറയണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതി. അത് കേൾക്കുമ്പോഴേക്കും ഉടനെ ചന്ദ്രയെ മനസ്സിൽ വിചാരിക്കുക, ശരിയാ, ഇവളിനിയിപ്പോൾ പഴയതുപോലെ പൂക്കച്ചവടത്തിന് പോകും. അങ്ങനെ വന്ന് വല്ല അപകടമൊക്കെ പറ്റി തലയൊക്കെ പൊട്ടിയിരുന്നാൽ ഞാൻ ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇവളൊരു പണക്കാരിയായ എന്നെ ശരിക്കും ശ്രുതി പറഞ്ഞ പോലെ ഇവിടെ ഒരു വേലക്കാരിയായിട്ട് തന്നെ നിർത്തുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് സച്ചിയോട് പറഞ്ഞു കൊടുക്കുകയാണ് രേവതി എങ്ങനെയും ജോലിക്ക് വിടരുത് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മയൊന്നും മിണ്ടാതിരിക്കുക, രേവതി ഇനിയും പോവും, അവൾ ബിസിനസ് ചെയ്യുകയും ചെയ്യുമെന്ന് പറയാണ്. എന്നാൽ ചന്ദ്രയെ രേവതിക്ക് കോടിശ്ശേരിയായി കാണുമ്പോഴേക്കും ചന്ദ്ര ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരികയാണ് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സച്ചിയോട് ചന്ദ്ര പറയാണ്, എടാ സച്ചി, നീ അവളെ വിടരുത്. ജോലിക്കെന്ന് പറഞ്ഞ് അവൾ ഇവിടുന്ന് ഇറങ്ങിയാൽ നിനക്കറിയാലോ, കഴിഞ്ഞിടെ അവൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത്. ശത്രുക്കളെ ഒരുപാട് നിങ്ങൾ രണ്ടും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവൾ വണ്ടി എടുത്തിട്ടൊക്കെ ഇറങ്ങിപ്പോയാൽ ആരെങ്കിലും കൊണ്ട് ഇടിപ്പിക്കുമെന്ന് അറിയില്ല. അങ്ങനെ ആരെങ്കിലും ഇടിപ്പിച്ച് ഇവിടെ ഇരിപ്പായാൽ ഈ വീട്ടിലെ ജോലികൾ മുഴുവൻ ഞാൻ തന്നെ ചെയ്യണം. അതുകൊണ്ട് മര്യാദയ്ക്ക് പൂക്കച്ചവടത്തിനൊന്നും പോകാതെ അവളോട് വീട്ടിലിരിക്കാൻ പറ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ആ കൂടെ അവളോട് ഇന്ന് ജോലിയൊക്കെ ചെയ്യട്ടെ. ബിസിനസ് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നീ മനസ്സിലാക്ക്, അതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയാം. അപ്പോൾ ഉടനെ സച്ചി പറയുന്നുണ്ട്, അവളുടെ ബിസിനസ് ചെയ്യും. ഇപ്പോൾ തന്നെ എത്ര മാലയുടെ ഓർഡറായി നഷ്ടപ്പെട്ടതെന്നറിയോ. ഇപ്പോൾ അവളുടെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു. ഇനിയിപ്പോൾ പഴയതുപോലെ രേവതി വണ്ടിയിൽ ഓർഡർ എടുത്ത് കൊണ്ട് കൊടുക്കാൻ പോവും മാല. ഓ, ഇനിയും വണ്ടിയിൽ കറങ്ങി നടക്കട്ടെ, എവിടുന്നേലും ഒരു പണി കിട്ടുമ്പോൾ പഠിച്ചോളും നിന്റെ ഭാര്യ എന്ന് പറയാണ് ചന്ദ്ര. അപ്പോഴേക്കും സച്ചി പറയാ, എന്തെങ്കിലും ആകട്ടെ, ഇനി അവളെ ഉപദ്രവിക്കാൻ ഒരുത്തന് തയ്യാറാകത്തില്ല. അങ്ങനെ ഉണ്ടായാലേ ബാക്കി കാര്യം സച്ചി നോക്കിക്കോളാന്ന് പറയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ രവിയുടെ ഒരു ഫ്രണ്ട് വിളിക്കുകയാണ്. രവിയുടെ ഒരു ഫ്രണ്ട് ഒരു രാഷ്ട്രീയക്കാരനാണ് കേട്ടോ വിളിക്കുന്നത്. വിളിച്ചിട്ട് രവിയോട് പറയുന്നുണ്ട്, രവി, നിന്നെ ഞാൻ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാനാണ്. നിന്റെ മകൻ്റെ ഭാര്യയുണ്ടല്ലോ, ആ രേവതി, അവള് മാലയൊക്കെ കെട്ടി ഓർഡർ അനുസരിച്ച് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം രവി പറയാം, അതെ, രേവതിക്ക് കടയുണ്ടായിരുന്നു, ഇപ്പം കടയില്ല, തൽക്കാലം വണ്ടിയിൽ ഓർഡർ എടുത്ത് വീടുകളിൽ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയാണ്, അത് എന്നാൽ നിൻ്റെ മരുമോളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം, ഒരു കാര്യം സംസാരിക്കാനെന്ന് പറയാം. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, അതിനെന്താ, എന്ത് സംസാരിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് വരുന്നുണ്ട്, ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരുപാട് പൂക്കളും മാലകളും ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ ആ ഓർഡർ അവളെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയുകയാണ്. അപ്പം രവി പറയാം, അത് നല്ല കാര്യമാണല്ലോ, എത്ര മാലയൊക്കെ വേണ്ടി വരുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു 500-1000 മാലയൊക്കെ വേണ്ടി വരും ഈ സമ്മേളന സമയത്ത്, എല്ലാ നേതാക്കന്മാരെ അണിയിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ രേവതി അത്രയൊക്കെ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുക രവിയോട്. അപ്പം രവി പറയുന്നുണ്ട്, പിന്നെ രേവതി മോള് വലിയ ഓർഡറുകളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ പറഞ്ഞാൽ മതി, നിങ്ങൾ തന്നെ നേരിട്ട് സംസാരിച്ചോളാൻ പറയുക. എന്നിട്ട് രവി രേവതിയെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി, നിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സംസാരിക്കാൻ വിളിക്കുന്നു, സംസാരിക്കുന്നു പറയുക. അപ്പം രേവതി ചോദിക്കുക, എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാം, അത് മോളെ, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, ഞങ്ങളുടെ സമ്മേളനത്തിന് കുറച്ചധികം മാലകൾ വേണം, ഒരു 500-1000 മാലകളൊക്കെ വേണ്ടി വരും, അത് ചെയ്തു തരാൻ പറ്റുമോ മോക്ക് എന്ന് ചോദിക്കുക. രേവതി പറയുന്നുണ്ട്, 500-1000 മാലകളൊക്കെയോ, അത്രയൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ, എങ്കിലും ആളെ വെച്ചിട്ടാണെങ്കിലും ഞാനത് ചെയ്തു തരാം സാർ എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, രവി എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് ഈ മോളെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും അത് മോള് തന്നെ ചെയ്തു തരണം, ഒരു നല്ല ഓർഡറാണ്, അത്യാവശ്യം ലാഭമൊക്കെ കിട്ടുകയും ചെയ്യും, പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള പണം ഞാൻ ഇപ്പോൾ തന്നെ കൊടുത്തു വിടാമെന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ വേണ്ട, അഡ്വാൻസ് ഒന്നും വേണ്ട, ഞാൻ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പറയാം, അപ്പോൾ പണം തന്നാൽ മതി എന്ന് പറയണം. അപ്പോൾ അയാൾ പറയണം, അല്ല, അഡ്വാൻസ് ഞാൻ തരാം, അഡ്വാൻസ് തരാതെ ഇത്രയും വലിയ ഓർഡറൊക്കെ മോള് ഏറ്റാ അത് ശരിയാവില്ലല്ലോ എന്ന് പറയുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് സാരില്ല, അച്ഛൻ്റെ ഫ്രണ്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാണ്.
അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, അതെന്തിനാ മോളെ, എൻ്റെ ഫ്രണ്ടാണേലും ആരാണേലും മോക്കൊരു ബിസിനസ് കിട്ടുമ്പം അതിൻ്റെ അഡ്വാൻസ് മോള് വാങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാം, അത് സാരില്ല അച്ഛാ, എനിക്ക് വിശ്വാസമാണ്. അച്ഛനോടുള്ള വിശ്വാസം കൊണ്ടല്ലേ അവർ എന്നെ ഇത്രയും വലിയ വർക്ക് ഏൽപ്പിച്ചത്, അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ വിശ്വാസമാണ് എന്ന് പറയാണ്. അങ്ങനെ രേവതിക്ക് ആ 1000 മാലയുടെ ഓർഡർ കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ രേവതി ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ സച്ചിയോട് എന്ന് പറയുന്നുണ്ട്, സച്ചിയേട്ടാ നമുക്കിതേ ബിസിനസ് നമ്മൾ വീണ്ടും തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ പച്ച പിടിച്ച് വരുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് താമസിക്കാതെ മുകളിൽ റൂം കെട്ടാൻ പറ്റും. നമ്മുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും കേട്ടോ. ദേ ഇപ്പോൾ ഒരു 500,000 മാലയുടെ ഓർഡർ തന്നിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ, അച്ഛൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയാണ്. ആഹാ, ആ അതെ, അഡ്വാൻസ് തരാമെന്ന് എന്നോട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു അഡ്വാൻസ് ഒന്നും വേണ്ട, അച്ഛൻ്റെ ഫ്രണ്ടല്ലേ, എനിക്ക് വിശ്വാസമാണെന്ന്. അപ്പോൾ സച്ചി പറയാം, അതേതായാലും നന്നായി, ഇത്രയും നല്ല ഓർഡർ കിട്ടിയ നന്നായിട്ട് കുറച്ച് ലാഭം നിനക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ രേവതി, ഇത്തരം മാലകളൊക്കെ നീ ഒറ്റയ്ക്ക് കെട്ടുമോ, അതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ തനിയെ നോക്കാം. പിന്നെ കുറച്ച് മാലകൾ അമ്മയെ കൊണ്ടും ദേവുവിനെ കൊണ്ടും ഒക്കെ കെട്ടിക്കാം. പിന്നെ 1-2 ചേച്ചിമാരെ കൂടി നിർത്തിയാൽ ഈ കാര്യം ഓക്കെ ആവും. ആ ചേച്ചിമാർക്ക് ശമ്പളം എന്തെങ്കിലും കൊടുത്താൽ മതി, പക്ഷേ ലാഭം നമുക്ക് കിട്ടും കേട്ടോ. എന്തായാലും വളരെ നന്നായി, ഇപ്പം തന്നെ വീടുകളിലൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുക. അങ്ങനെ രേവതി അങ്ങ് ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല പച്ച പിടിക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. ചന്ദ്ര രവിയോട് പറയുക, നിങ്ങളെന്തിനാ ആ പെണ്ണിന് ആ ഓർഡർ പിടിച്ചു കൊടുക്കാൻ പോയത് രേവതിക്ക്? അപ്പോൾ രവി പറയാം, പിന്നല്ലാതെ ഇവിടെ ഒരാൾ ഈ കാര്യം ചെയ്യുമ്പം അതറിഞ്ഞൊരാൾ വിളിക്കുമ്പം ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല എന്നാണോ പറയേണ്ടത്? രേവതി മോക്ക് ലാഭം കിട്ടുന്ന കാര്യമല്ലേ, അവൾക്ക് 10 രൂപ ലാഭം കിട്ടിയ അത് നമുക്ക് സന്തോഷമല്ലേ? അത് നമ്മുടെ കുടുംബത്തിലേക്ക് കൂടിയല്ലേ അവൾ കൊണ്ടുവരുന്നത്. ഓ, കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു, ഇനിയിപ്പം ആ മാലയുടെ ഓർഡർ കിട്ടിയത് കൊണ്ട് ഇനി അത് പറഞ്ഞുകൊണ്ട് ഇറങ്ങും രാവിലെ തെണ്ടാനായിട്ട്. കുറേ പൂവ് വാങ്ങിക്കൊണ്ട് വന്ന് അതിൻ്റെ മുമ്പിലിരിക്കും. പിന്നെ ഇവിടുത്തെ ജോലികളെല്ലാം ഞാൻ തനിയെ ചെയ്യണം. എനിക്കിങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാനൊന്നും പറ്റില്ല. ഇവള് മാല കെട്ടി കൊണ്ടുവന്നിട്ടൊന്നും വേണ്ട എനിക്ക് കഴിയാനായിട്ട്. അപ്പം രവി പറയാ, ഓ നീയാണോ ഇവിടെ കഷ്ടപ്പെടുന്നത്? രേവതി മോള് മാല കെട്ടുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഈ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും മുടക്കം വരുത്തിയിട്ടുണ്ടോ? രാവിലെ നേരത്തെ എണീറ്റ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിട്ടില്ലേ അവൾ അവളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ലാതെ നിന്റെ മറ്റു 2 മരുമക്കളെ പോലെ ഒന്നും കാണാതെ കഴിക്കാൻ നേരം മേശയുടെ മുമ്പിൽ വന്ന് ഇരിക്കുകയാണോ ചെയ്യുന്നത് രേവതി? പിന്നെ എന്തിനാ ചന്ദ്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പം ചന്ദ്ര പറയാണ്, അല്ല പിന്നെ ഇനിയിപ്പം ഈ ഇത്രയും ആളുകൾ ഇവള് കെട്ടണമെങ്കിൽ എത്ര ദിവസം എടുക്കും? അത്രയും ദിവസം ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യേണ്ടത് ഇനി ഞാനായിരിക്കും. എനിക്ക് വയ്യ ഇതിനൊന്നും. ഇവളോട് ഈ പണിക്കൊന്നും പോകരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് നിങ്ങൾ വീണ്ടും ഓർഡർ പിടിച്ചു കൊടുക്കുന്നു മാലയുടെ നാശം പിടിക്കാൻ. അപ്പം രവി പറയാം, ചന്ദ്ര ഇതേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. രേവതി മോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അവർക്ക് മുകളിലൊരു റൂം കെട്ടണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കുകയാണ് രേവതി സച്ചിയും കൂടെ ചെയ്യുന്നത്. അതിന് നമ്മളെ കൊണ്ടാകാവുന്ന സഹായം നമ്മളും ചെയ്തു കൊടുക്കണ്ടേ? രേവതി കുറച്ച് സമയം മാല കെട്ടുകയാണെങ്കിൽ നിനക്ക് കുറച്ച് സമയം അടുക്കളയിലെ ജോലി ചെയ്താലെന്താ? നിനക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഓ, ഇപ്പം നിങ്ങളും അങ്ങനെയാ പറയുന്നേ, എനിക്ക് വേറെ പണിയില്ലല്ലോ എന്ന്. നിങ്ങളുടെ മരുമക്കൾക്കൊക്കെ ജോലി ഉണ്ടല്ലോ അല്ലേ? അവരെല്ലാം സമ്പാദിച്ച് പണം കൊണ്ടുവരുന്നുണ്ടല്ലോ. എനിക്ക് മാത്രം പണം എങ്ങനെ കിട്ടുന്നില്ലല്ലോ എന്നാണല്ലോ പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പോൾ രവി പറയാം, അയ്യോ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലേ. നീ ഒരു ഡാൻസ് സ്കൂളിൻ്റെ ഓണറല്ലേ, ഡാൻസ് ടീച്ചറല്ലേ, നിന്നോട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ദേ രവിയേട്ടാ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. വീണ്ടും നിങ്ങൾ എന്നെ കളിയാക്കാൻ ശ്രമിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് കയറി പോവാണ്. അങ്ങനെ രേവതി ആ രാഷ്ട്രീയക്കാരുടെ ഫംഗ്ഷനുള്ള മാലയൊക്കെ കെട്ടിക്കൊടുത്ത് എല്ലാം നല്ല ഭംഗിയായിട്ട് തീരുകയാണ്. അവർ ആ പണമൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ അയാൾ പണം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, മോളെ ഇത് ഏൽപ്പിച്ചുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല. ഈ പുറത്തുള്ള ആരെങ്കിലും ഇത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായേനെ. ഇതൊരു കാര്യത്തിനും ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ മോള് ചെയ്തു തന്നു. വളരെ സന്തോഷമുണ്ട് മോളെ, പറഞ്ഞതിലും കുറച്ച് പണം കൂടുതലുണ്ടെന്ന് പറയാണ്. അപ്പോൾ രേവതിക്ക് സന്തോഷമാവാണ്. രേവതി ആ പണമൊക്കെ വാങ്ങിക്കൊണ്ട് വരിക. കൊണ്ടുവന്നു കഴിഞ്ഞ് സച്ചിനോട് പറയുന്നുണ്ട് കേട്ടോ, അതെ സച്ചിയേട്ടാ, ദേ ഇത്രയും പണം കിട്ടി, ആ വലിയ ഓർഡർ കിട്ടിയതുകൊണ്ട് എല്ലാ ചിലവുകളും കഴിച്ചതേ ഇത് ലാഭമുണ്ട്. ഇത് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. റൂം കെട്ടാൻ നേരം അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. കുറച്ച് പണം കൂടി നമുക്ക് ഇതുപോലെ സമ്പാദിച്ചാൽ ഒരു വണ്ടി കൂടി എടുക്കുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് കേട്ടോ പിന്നെയും ആ രാഷ്ട്രീയക്കാരൻ സച്ചിയെ വിളിക്കുകയാണ്. സച്ചിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, രേവതിയോട് ഒരു കാര്യം സംസാരിക്കണം, അതിനു വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഉണ്ട് ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും ഓർഡർ ഉണ്ടാവും മാലയുടെ എന്ന് ചോദിക്കുമ്പം അയാൾ പറയാണ്,
ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ വിവാഹമാണ്. അതിന് വേണ്ടിയിട്ട് അവരൊരു വലിയ ഫംഗ്ഷൻ തന്നെയാണ് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഡെക്കറേഷൻസും ഫംഗ്ഷൻസും ഒക്കെ രേവതിയെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്നാണ്. ഒരുപാട് മാലയുടെയും പൂവിൻ്റെയും ഒക്കെ ആവശ്യമുണ്ട്. ഫ്ലവർ ഡെക്കറേഷൻ എല്ലാം രേവതി ചെയ്യില്ലേന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാ അതൊക്കെ അവൾ ചെയ്യും. എന്നാൽ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം. ആ വിവാഹം നടത്തുന്ന ആൾക്ക് നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്നുണ്ട്. ഒരു വലിയ ഫംഗ്ഷൻ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫംഗ്ഷനാണ്, അതൊക്കെ ചെയ്യണം എന്ന് പറയണം. അങ്ങനെ രേവതിയും സച്ചിയും കൂടി അയാളെ കാണാനായിട്ട് പോവാണ്. അപ്പം രേവതിയുടെ അടുത്ത് വന്നിട്ട് സച്ചി പറയുന്നുണ്ട് കേട്ടോ, രേവതി നമുക്കൊന്ന് പുറത്തേക്ക് പോകണം, നീ പെട്ടെന്ന് വാന്ന് പറയാ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ സച്ചിയേട്ടാ, ഞാനിപ്പം ഇവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പം എന്തിനാ അത്യാവശ്യമായിട്ട് പുറത്ത് പോകുന്നത്? അപ്പോൾ പറയണം ഒരു കാര്യമുണ്ടെന്നേ, അതുകൊണ്ടാ, ഒരു നല്ല കാര്യമാണെന്ന് പറയാ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കുക, എന്തിനാടാ ഇപ്പോൾ ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നത്? ഇവിടെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇനിയിപ്പോൾ ഈ ജോലികളൊക്കെ ഇട്ടിട്ട് രണ്ടും കൂടെ എങ്ങോട്ടാണ് കറങ്ങാൻ പോകുന്നത്? ഊര് തെണ്ടിയിട്ട് വരുമ്പം ഇവിടെ മേശയുടെ മുമ്പിൽ വന്നിരുന്നാൽ ഭക്ഷണമൊന്നും കിട്ടില്ല. അപ്പോൾ ചന്ദ്രയോട് പറയാണ് രവി, എന്താ ചന്ദ്ര നീ ഒന്നും മിണ്ടാതിരിക്കുക, അവരെന്തെങ്കിലും ആവശ്യത്തിന് പോവായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇപ്പോൾ പോകണ്ട, ജോലിയൊക്കെ തീരട്ടെ എന്നിട്ട് പോകാമെന്ന് പറയാം. അങ്ങനെ ജോലി തീരുമ്പം പോയാൽ പോരാ, ഇപ്പോൾ രണ്ടുപേര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. അവരെ കണ്ട് സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ പോകണം, നീ ഇപ്പോൾ തന്നെ വരാൻ പറയുമ്പം രേവതി പറയാ, സച്ചിയേട്ടാ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ, ഇനി അതൊക്കെ വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം വരാൻ എന്ന് പറയുമ്പോൾ പറയാം, അതൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഇവിടെ അമ്മയില്ലേ, അമ്മ അത് ചെയ്തോളും, നീ ഇങ്ങോട്ട് വാ എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, ആഹാ ഞാനിനിയിപ്പോൾ അടുക്കളയിൽ കയറി ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയൊക്കെ എടുത്ത് കറി വെക്കണം എന്നാണോ നീ പറയുന്നത്? അപ്പോൾ പറയുന്നുണ്ട് സച്ചി, പിന്നെ വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കണമെങ്കിലേ അത് ചെയ്യണം. അതെന്താ അത് ചെയ്താൽ? രേവതിയല്ലേ ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്യുന്നത്, ഒരു നേരം അമ്മയ്ക്ക് ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഓഹോ, അപ്പോൾ നീയും ഭാര്യയും കൂടെ കറങ്ങാൻ പോവാണ്, എന്നിട്ട് ഞാൻ ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്തോളാൻ, ഇത് കൊള്ളാമല്ലോ. ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ മാലകെട്ടായിരുന്നു, അപ്പോഴും അടുക്കളയിൽ മുഴുവൻ ഞാൻ ചെയ്യണമായിരുന്നു. ഇതൊരു സ്ഥിരം പരിപാടിയാക്കി ഇരിക്കുകയാണല്ലോ നിൻ്റെ ബിസിനസ് വുമണും കൂടെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് ദേഷ്യപ്പെടും. അപ്പോൾ രവി പറയുന്നുണ്ട്, അവരെന്തെങ്കിലും കാര്യത്തിന് പോവായിരിക്കും. എന്താ സച്ചി നിങ്ങൾ എവിടെ പോവാന്ന് ചോദിക്കുക രവി. അപ്പോൾ പറയുന്നുണ്ട്, അച്ഛ വേറൊന്നുമല്ല, അന്ന് വിളിച്ച ആ രാഷ്ട്രീയക്കാരനില്ലേ അച്ഛൻ്റെ ഫ്രണ്ട്, അയാൾ ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ രവി ചോദിക്കുക, ആഹാ അതെന്തിനാ വിളിച്ചത്, ഇനി എന്തെങ്കിലും പരിപാടി രേവതി മോക്ക് കിട്ടിയോ എന്ന് ചോദിക്കുക. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വിവാഹത്തിൻ്റെ ഫംഗ്ഷൻ. അതിന് വേണ്ടിയിട്ട് ആ ഹോളിലും എല്ലാം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് രേവതിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓണറെ പോയിന്ന് കാണണം, സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ട് വരണം എന്ന് പറയാണ്. ഇത് നല്ല കാര്യമാണല്ലോ, ഒരു വലിയ ഓർഡറാണല്ലോ, ഒരാഴ്ചത്തെ ഫംഗ്ഷൻ്റെ ഫുൾ ഫ്ലവർ ഡെക്കറേഷനും മാലകളും എന്നൊക്കെ പറയുമ്പം രേവതി മോൾക്ക് കുറച്ച് പൈസ വെക്കുമല്ലോ എന്നൊക്കെ രവി പറയുക. അപ്പോൾ ചന്ദ്ര അവിടെ വന്നിട്ട് പിന്നെ ഒക്കും നോക്കി ഇരുന്നേച്ചാൽ മതി, ഒരാഴ്ചത്തെ പരിപാടി ഇവളെ ഏൽപ്പിക്കാൻ അവരെന്നെ മണ്ടന്മാരാണോ? ഇവൾ തല കുത്തി നിന്നാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരാഴ്ച മുഴുവനുള്ള ഫ്ലവർ ഡെക്കറേഷനും മാലകളും എല്ലാം ഇവൾ എന്ത് ചെയ്ത് അതെല്ലാം തീർത്തു കൊടുക്കും. വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ഏറ്റോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. അങ്ങനെയുള്ള പരിപാടി ഏറ്റിട്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ വീട്ടിൽ കയറി വന്ന് തല്ലുവേ. പിന്നെ അത് തന്നെയല്ല, ഇവിടുത്തെ ജോലികളൊന്നും ഇട്ടിട്ട് ഇതിനൊന്നും ഇറങ്ങിപ്പോകാവുന്നതേ ഇവള് വിചാരിക്കാൻ വേണ്ട. അപ്പോഴേക്കും രവി പറയാം, ചന്ദ്രൻ നീ മിണ്ടാതിരിക്കുക, രേവതി മോക്ക് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയാൽ എത്ര പണമാണ് കിട്ടുന്നതെന്നറിയോ? അതുകൊണ്ടെന്താ അവർക്ക് ആവശ്യമില്ലേ? ആ പണം കിട്ടുന്നത് നമ്മൾ ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ? ഇതുപോലെ നല്ല നല്ല ബിസിനസ്സൊക്കെ തുടങ്ങിയ നല്ല കാര്യമല്ലേ അത്? സച്ചി ഇപ്പോൾ മോക്ക് കാല് വയ്യായികയൊക്കെ മാറിയിട്ട് ബിസിനസ്സിലിട്ട് വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ എത്ര ഓർഡറുകളാണ് കിട്ടുന്നത്. ഇനിയിപ്പം അവൾക്ക് ഒരു കടയൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ സച്ചി. ഒരു കടയിലിരുന്ന് മോള് ജോലി ചെയ്യട്ടെ, അല്ലാതെ വീട് തോറും വണ്ടിയിൽ ഇങ്ങനെ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. മോക്ക് ധാരാളം ഓർഡർ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ശരിയാച്ചാ, ഇതിൽ നിന്നൊക്കെ ലാഭം കിട്ടുമ്പം വേണം രേവതിക്ക് ഒരു കട ഇട്ട് കൊടുക്കാൻ എന്ന് പറയാണ്. അപ്പം രേവതിയും പറയുന്നുണ്ട്, ശരിയാച്ചാ, എല്ലാം റെഡിയായാൽ മതിയായിരുന്നു, എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ നമുക്കൊരു കടയൊക്കെ ഇട്ട് ബിസിനസ് ചെയ്യാമെന്ന് പറയാം. അപ്പോഴും ചന്ദ്ര കയറി ഇടപെടുക, പിന്നെ ബിസിനസ് ചെയ്യാൻ പോകുന്നു, കടയിടാൻ പോകുന്നവള് ഉള്ള നേരത്തെ പോയി ഈ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് വന്നേക്കണം എന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വാ രേവതി, നീ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പോവാം. അവിടെ ചെല്ലുമ്പോൾ ആ രാഷ്ട്രീയക്കാരനും ആ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് രേവതിയെ സംസാരിക്കുകയാണ്. അപ്പോൾ രേവതിയോട് അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ, കുറച്ച് ആർഭാടമായിട്ട് തന്നെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുക,
അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തെ ഇത് അടങ്ങുന്ന ഫംഗ്ഷനൊക്കെ ഉണ്ട്. അതിനായിട്ട് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, അതുപോലെ ഹോള് ഡെക്കറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഒരുപാട് പൂ വേണ്ടി വരും. അതുപോലെ തന്നെ മാലയുടെയും മറ്റു കാര്യങ്ങളും എല്ലാം ഓക്കെ ആക്കണം. എല്ലാം നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ആയിരിക്കണം. അതെല്ലാം ഫ്രഷായിട്ട് തന്നെ എപ്പോഴും ഇരിക്കണം. അതിനു വേണ്ടി മാറ്റി മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ കുറച്ചധികം പൂവും ഡെക്കറേഷൻസും പണിയൊക്കെ കാണും. ഇതെല്ലാം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി സച്ചിയോട് ആലോചിക്കുന്നുണ്ട്. സച്ചിയേട്ടാ നമുക്ക് കേൾക്കണമെന്ന് ചോദിക്കുക. അപ്പം സച്ചി പറയാം, നീ ധൈര്യമായിട്ട് ഏറ്റോ, നമുക്ക് 5-6 പേരെ സ്റ്റാഫിനെ കൂടി വെച്ചാൽ ചെയ്യാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാം, ഞാൻ ഏറ്റെടുക്കാം, എനിക്ക് കുഴപ്പമില്ല. 5-6 പേരെ ജോലിക്കാരെ വെച്ചാൽ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് നന്നായിട്ട് ചെയ്യാനൊക്കെ അറിയാമെന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ദേ ഇയാൾ പറഞ്ഞിട്ടാണ് ദേ ഈ ഓർഡർ തരുന്നത്. ഇവരുടെ പാർട്ടിയുടെ പരിപാടിക്ക് നിങ്ങൾ ചെയ്തത് ഭയങ്കര നന്നായിരുന്നു എന്ന് ഇയാൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളെ തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. വിശ്വസിച്ചേൽപ്പിക്കാവുന്ന ആരെങ്കിലും വേണമല്ലോ ഏൽപ്പിക്കാൻ. ഞങ്ങൾക്ക് ആ വിവാഹ സമയത്ത് ഇതൊന്നും നോക്കി ഓടി നടക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ ചെയ്ത് തന്നോളാം എന്ന് പറയണം. അപ്പം ശരി, വലിയ ഫംഗ്ഷനും ഒരാഴ്ചത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പം ഒരുപാട് എമൗണ്ടൊക്കെ ആകുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഒരു അഡ്വാൻസ് തുക ഞങ്ങൾ തരാമെന്ന് പറയാണ് തൽക്കാലത്തേക്ക്. അപ്പോൾ രേവതി പറയുന്നുണ്ട് കേട്ടോ, അയ്യോ അഡ്വാൻസ് ഒന്നും വേണ്ട. അങ്ങനെ അഡ്വാൻസ് ഒന്നും വേണ്ടെന്ന് പറയാൻ നിങ്ങളെങ്ങനെയാണ്? നിങ്ങൾക്കിപ്പോൾ പ്രാരംഭ ചിലവുകളൊക്കെ ഇല്ലേ? കുറച്ച് പൂക്കളൊക്കെ വാങ്ങിക്കുകയും ആരംഭത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണ്ടേ? അതിനൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഒരു 5 ലക്ഷം രൂപ ഞങ്ങൾ അഡ്വാൻസ് അങ്ങ് തരാം, ബാക്കി കണക്ക് പറഞ്ഞ് വിവാഹശേഷം തരാമെന്ന് പറയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ 5 ലക്ഷം രൂപയൊന്നും അഡ്വാൻസ് തരണ്ടെന്ന് പറയുമ്പം ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിനെന്താ മോളെ, ആ അഡ്വാൻസ് വാങ്ങിച്ചോ, എന്തായാലും ബാക്കി എമൗണ്ട് വിവാഹശേഷവും കിട്ടുമല്ലോ. തൽക്കാലം നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനുള്ള പണം വേണ്ടേ, പിന്നെ ബാക്കി കാര്യങ്ങൾക്കും അഡ്വാൻസ് വാങ്ങിക്കോളാൻ പറയാണ്. അങ്ങനെ അവർ 5 ലക്ഷം രൂപ അഡ്വാൻസ് രേവതിക്ക് കൊടുക്കുകയാണ് കേട്ടോ അവിടെ വെച്ച്. അപ്പോൾ രേവതിക്ക് സാക്ഷിയും കൂടെ ഒന്നിച്ച് അത് വാങ്ങുക. ഭയങ്കര സന്തോഷത്തോടെ വാങ്ങുമ്പം ആ രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ രേവതി മോക്ക് വെച്ചടി കയറ്റമായിരിക്കും കേട്ടോ. ഇതുപോലെ വലിയ ഓർഡറുകൾ 2-3 ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ മതിയല്ലോ, സുഖമല്ലേ. ഇനിയിപ്പം സച്ചി രേവതിക്ക് ഒരു കടയൊക്കെ ഇട്ട് കൊടുക്കുക. വലിയ വലിയ ഓർഡേഴ്സൊക്കെ പിടിച്ച് രേവതി മോൾ അവിടെ ഇരുന്ന് ജോലി ചെയ്യട്ടെ. ഒരു 5-6 സ്റ്റാഫിനെയൊക്കെ വെച്ചാൽ എന്ത് ലാഭം ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാവോ? അറിയാവുന്ന ബിസിനസ് അല്ലേ, നല്ല രീതിയിൽ മോൾ ചെയ്യുന്നുമുണ്ട്, എല്ലാ കാര്യത്തിലും നല്ല ഉത്തരവാദിത്വം ഉണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ശരിയാ, ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ശ്രമിക്കുകയാണ് എന്ന് പറയാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു റൂം കെട്ടണമെന്ന് അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ, അന്ന് കിട്ടുന്ന പണം സൂക്ഷിച്ചു വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു റൂം പണിയേണ്ട ആവശ്യമുണ്ടെന്ന്. ഇപ്പോൾ ദേ അതിനൊക്കെയുള്ള പണം ആയി കാണുമല്ലോ. ഇനിയിപ്പം നിങ്ങളൊരു റൂമൊക്കെ കെട്ടി സന്തോഷമായിട്ട് ജീവിക്കുക. പിന്നെ ഇനിയിപ്പം ഈ ഓർഡറും പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ബാക്കി ലാഭം കിട്ടുമ്പം സച്ചിയുടെ ആഗ്രഹം പോലെ ഒരു വണ്ടിയും കൂടി എടുത്ത് ഓട്ടത്തിന് കൊടുക്കാമല്ലോ, അതിൽ നിന്ന് ലാഭം കിട്ടുമല്ലോ. അങ്ങനെ നിങ്ങൾ ബിസിനസ് ചെയ്ത് സുതിയേക്കാളും ഒക്കെ നല്ല നിലയിലെത്തണമെന്ന് അയാൾ പറയാണ്. അപ്പം എല്ലാത്തിനും നന്ദിയൊക്കെ പറഞ്ഞ് ആ പണവും വാങ്ങിക്കൊണ്ട് രേവതി സച്ചി വീട്ടിലേക്ക് തിരിച്ചു വരിക. വന്നു കഴിയുമ്പോഴേക്കും ചന്ദ്ര അവിടെ തുള്ളി ചന്ദ്രഹാസം മുഴക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്ര ഇവർ വരുന്ന കണ്ടുകൊണ്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, ആ വന്നോ രണ്ടും ഊരുതണ്ടലൊക്കെ കഴിഞ്ഞിട്ട് വന്ന് മേശപ്പുറത്ത് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്, വന്നെടുത്ത് കഴിക്ക്. ഇത്രയും നേരം രണ്ടും കൂടെ കറങ്ങി നടന്നിട്ട് വരികയാണ്, പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോയിട്ട് വന്നിരിക്കുന്നു. അപ്പോഴേക്ക് സച്ചി പറയാം, അമ്മ ഇതെന്താ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഞാൻ രേവതിക്കേ നല്ലൊരു ബിസിനസ്സാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രവി അങ്ങോട്ട് വരിക. രവി ചോദിക്കുക, എന്താ മോനെ ബിസിനസ് കാര്യമൊക്കെ ഓക്കെ ആയോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയാണ്, പിന്നെ ആ ഓർഡർ രേവതിക്ക് തന്നെ കിട്ടി, മാത്രമല്ല ദേ 5 ലക്ഷം രൂപയാണ് അഡ്വാൻസ് ആയിട്ട് അവർ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ പണം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആ പണം കണ്ടു കഴിയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ കണ്ണുകളിൽ നിൽക്കുക. 5 ലക്ഷം രൂപയോ, ഒരു മാല കിട്ടുന്നതിന് ഇവക്ക് 5 ലക്ഷം രൂപയൊക്കെ അഡ്വാൻസ് കിട്ടുമോ? ഇത് കൊള്ളാമല്ലോ. ഇക്കണക്കിന് പോയാൽ ഇവൾ ഈ ബിസിനസ്സുമായിട്ട് ഇറങ്ങി പോകുമ്പം ഞാൻ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് വേലക്കാരിയെ പോലെ ഇവരുടെ നിൽക്കേണ്ടി വരുമല്ലോ. അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ട് വരിക. ശ്രുതിക്കും അത് കാണുമ്പോൾ ഒട്ടും പിടിക്കുന്നില്ല. ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചന്ദ്ര പറയാം, മോളെ ശ്രുതി, ദേ ഇത് കണ്ടോ, രേവതിക്ക് 5 ലക്ഷം രൂപ അഡ്വാൻസ് ഒരു ഫംഗ്ഷന് മാല കെട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ കിട്ടുമോ മോളെ? അപ്പോൾ ശ്രുതി പറയാം, ചിലപ്പോൾ കിട്ടും, വലിയ ഓർഡറൊക്കെ ആണെങ്കിൽ കിട്ടും. വലിയ ഓർഡറൊക്കെ എങ്ങനെ ഇവൾ ചെയ്യുമെന്ന് ആൻറ്റി വിചാരിക്കുന്നത്? ഇവൾ 24 മണിക്കൂറും ഇത് ചെയ്താലും തീരില്ലല്ലോ. ഇനിയിപ്പോൾ ആളെ വെച്ച് ചെയ്യിപ്പിച്ചാലും ഇവൾ ഇതിൽ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ അടുക്കളയിലേക്ക് പോലും കയറാൻ ഇവക്ക് നേരം കിട്ടുകയില്ല. പിന്നെ അടുക്കള പണി മുഴുവൻ ആൻറ്റിയുടെ തലയിലാവും, ആൻറ്റി ഇതെല്ലാം ചെയ്യേണ്ടി വരും. അപ്പം ചന്ദ്ര പറയാം, ശരിയാണോ? ഇവളിങ്ങനെ പോയാൽ ഞാനിതെല്ലാം ചെയ്യേണ്ടി വരുമല്ലേ? ഇവക്കിങ്ങനെ ബിസിനസ്സിൽ വെച്ചടി കയറ്റം വന്നാൽ ഇവളുടെ വേലക്കാരിയായിട്ട് ഞാനിവിടെ നിൽക്കേണ്ടി വരും.
അപ്പം ശ്രുതിയും പറയാം ശരിയാ ശരിയാ, ഈ രീതിയിൽ ഓർഡറൊക്കെ കിട്ടിയാലേ ഇവക്കും സച്ചിക്കും ഒരുപാട് പണമാവും. ഇപ്പം തന്നെ അവർക്ക് റൂം കെട്ടാനുള്ള പണമായില്ലേ, ഇനിയിപ്പോൾ റൂമും കെട്ടി വണ്ടിയും വാങ്ങി ബിസിനസ് ചെയ്ത് അവൾ നടക്കുമ്പം ആൻറ്റി ഇവിടെ അടുക്കളയിൽ കടന്ന് നിരങ്ങും. അതുകൊണ്ട് ദേ ആൻറ്റി വിചാരിച്ചാലേ ഈ പരിപാടി ഇവിടെ നിർത്താൻ പറ്റുള്ളൂ. രേവതിയോട് ഇനി മാല കെട്ടാൻ പോകണ്ടെന്ന് പറയണം ആൻറ്റി. അവളുടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിർത്തി വെപ്പിക്കണം. അല്ലാതെ അവളെ ഇങ്ങനെ അഴിഞ്ഞാടം വിടരുത് ആൻറ്റി വിചാരിക്കണമെന്ന് പറഞ്ഞേച്ച് എരിവൊക്കെ കേട്ടിട്ട് ശ്രുതി പോവുക. കാരണം ഇനിയിപ്പം രേവതി കൂടി ജോലിക്ക് പോയാൽ ശ്രുതിക്കും ഈ അടുക്കളയിൽ കയറി വേണ്ടി വരുമല്ലോ. അപ്പോഴേക്കും ചന്ദ്ര അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ പണം രവിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ സച്ചി. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ദേ 5 ലക്ഷം രൂപയുണ്ട്, മുറി കെട്ടാനായിട്ടുള്ള ആ കോൺട്രാക്ടറെ വിളിച്ച് അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പണി തുടങ്ങണം. എത്രയും വേഗം നമുക്ക് റൂം ഉണ്ടാക്കണം. അതിനുള്ള പണമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പണമൊക്കെ കിട്ടുമ്പം ഒരു വണ്ടി കൂടി ഞങ്ങൾക്ക് എടുക്കണം. ദേവതയുടെ ബിസിനസ്സിന് ഒരു കടയിടണം. അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് സച്ചി പറയുക. അപ്പോൾ രവിയും പറയുന്നുണ്ട്, ശരിയാ മോനെ, അതൊക്കെ ചെയ്യണം, ഞാൻ റൂം കെട്ടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ചന്ദ്ര മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക, ദൈവമേ പണിയായല്ലോ, ഇവൾ ഇനി ഇങ്ങനെ ബിസിനസ്സിൽ കയറിപ്പോയാൽ എൻ്റെ കാര്യം അതോ ഗതിയാവും. ഇവളുടെ ആട്ടും തൂപ്പും കേട്ട് ഞാൻ ഈ അടുക്കളയിൽ കിടക്കേണ്ടി വരും. ഇതെങ്ങനെയെങ്കിലും തടയണം, സച്ചിയെ കൊണ്ട് ഇതെങ്ങനെയെങ്കിലും നിർത്തിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.